ഇന്ന് നാം ഓർക്കുന്നത് ഒരു അത്ഭുത നിമിഷമാണ്. നസ്രത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലെ മറിയം എന്ന എളിമയുള്ള പെൺകുട്ടിക്ക് മുൻപിൽ ഒരിക്കൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. മാലാഖ ഒരു സന്തോഷ വാർത്തയുമായാണ് അവളുടെ അടുക്കലേക്ക് എത്തിയത്. മറിയം യേശുവിന്റെ അമ്മയാകാൻ പോകുന്നുവെന്ന്. ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് മറിയത്തിന് ഒരു നിശ്ചയവും ഉണ്ടായില്ല. എങ്കിലും അവൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതായിരുന്നു മാതാവിന്റെ ആ അനുസരണത്തിന്റെയും കീഴടക്കത്തിന്റെയും വലിയ അതെ എന്ന പദം. നമുക്കും മാതാവിനെ പോലെ ദൈവത്തോട് അതെ എന്ന് പറയാൻ പഠിക്കാം. നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വാക്കുകൾ കേൾക്കുന്നത് വഴിയും ദൈവവചനം അനുസരിക്കുന്നത് വഴിയും നാം മാതാവിന്റെ പാത പിന്തുടരുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ വലുതും ചെറുതുമായ കാര്യങ്ങൾക്ക് ദൈവത്തോട് അതെ എന്ന് പറയാൻ നമുക്ക് മാതാവിനെ പോലെ പഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അവിടുത്തേതുപോലെ ദൈവഹിതം അനുസരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമീൻ.